ഇതിപ്പോൾ എൻ്റെ യമഹ Ybx ബൈക്കാണ് ഈ എടുക്കുന്നത്. ഞാൻ ഒരുപാട് നാളായി വണ്ടി ഉപയോഗിച്ചിട്ട്, കുറേ നാളായി എടുത്തു വെച്ചിട്ട്. ഇതിൻ്റെ ചില പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നിലവിൽ ഈ സ്ഥലത്ത് കിട്ടാത്ത കാരണമാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ വണ്ടീനെ കിടക്കുന്നത്. അത് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ വേറെ രീതിയിലും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഒന്ന് കുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഉഷാറായിരിക്കും. പക്ഷെ ഇതിൻ്റെ ചില പാർട്സുകളൊന്നും കിട്ടാനില്ല. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. അപ്പം അതിൻ്റെ പാർട്ട് ഷോർട്ടേജ് ഇവിടെ നല്ല രീതിയിൽ കുറവാണ്. സോ ഇതെങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ച് അവിടെ കുറച്ച് പണിയൊക്കെ കഴിച്ച് ഇതിന് എൻജിൻ വർക്കും കുറച്ചും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. അപ്പം അതുകൊണ്ട് തീർത്തിട്ട് ഇറക്കാൻ പഴയ സ്റ്റോക്ക് രീതിയിലൊക്കെ ആക്കിയിട്ട് ഇറക്കാനുള്ള പ്ലാനാണ്. ഹെഡ്ലൈറ്റൊക്കെ മാറ്റും. ഇങ്ങനെ ഇതാണ് എൻ്റെ വണ്ടി. ഒരാൾ ചോദിച്ചിരുന്നു എൻ്റെ വണ്ടി എവിടെ കൊടുത്തോ ഇല്ലയെന്നൊക്കെ. ഇതാണ് വണ്ടി. നിലവിൽ ഞാനിപ്പോൾ ഇതിനെ വെച്ചിരിക്കുന്നത് പൾസർ 150 കാർബേറ്റർ ആയിരുന്നു. അപ്പം ഞാൻ എന്തായാലും പുതിയ കാർബേറ്റർ മേടിച്ച് നമ്മുടെ സ്റ്റോക്ക് കാർബേറ്ററിനെ വെക്കാൻ ഉള്ളൊരു പരിപാടിയിലാണ്. കാരണം പൾസർ 150 വെച്ചാൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ അത്ര പെർഫോമൻസ് ഈ ഒരു നമുക്ക് കിട്ടണില്ല. കാരണം ഇതൊരു 150cc ബൈക്കിൻ്റെ കാർബേറ്ററാണ്. അപ്പം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ 125cc വണ്ടിയാണ്. സോ അതിൻ്റേതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ത്രോട്ടിലും കാര്യങ്ങളൊക്കെ ഓൾഡ് സ്റ്റോക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ കയറ്റിയേക്കണത് ഇപ്പോൾ ഈ ഒരു കാർബേറ്റർ ആയ കാരണം ത്രോട്ടിലൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഡൊമിനോസിൻ്റെ കയറ്റിയേക്കണം. അതൊക്കെ ഡയറക്റ്റ് സ്യൂട്ടാണ്, വലിയ കലാപമൊന്നുമില്ല. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. സോ സ്റ്റോക്ക് കാർബേറ്ററിന് ഓൾവേസ് ബെറ്റർ. മറ്റുള്ള കാർബേറ്റർ വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ അതിൻ്റേതായ ട്യൂണിങ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈ വെച്ചിരിക്കുന്നത് മീഡിയം പൾസർ 150 പഴയ കാർബേറ്ററാണ്. അതായത് ഒരു മീഡിയം ലെവലിൽ ഒറിജിനൽ വെക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ മീഡിയത്തിൻ്റെ കാരണം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് കാർബേറ്ററിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ചെറിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ Ybxൻ്റെ സ്റ്റോക്ക് കാർബേറ്റർ തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, പൾസർ 150 അങ്ങനത്തെ ഈ റേസിലും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പൾസർ 150 അങ്ങനെയുള്ള കുറച്ചും കൂടി പോർട്ട് ചെയ്തിട്ടുള്ള കാർബേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിരിക്കും ബെറ്റർ. നമ്മളെപ്പോഴുള്ള സ്റ്റോക്ക് അതുപോലെ തന്നെ ലോക്കൽ യൂസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പൾസർ 150 അല്ല പൾസറല്ല നോർമൽ Ybxൻ്റെ തന്നെ കാർബേറ്റർ കിട്ടുകയാണെന്ന് വെച്ചാൽ നല്ലത്. പിന്നെ കാർബേറ്ററിനെ പറ്റിയിട്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ Ybxൻ്റെ കാർബേറ്റർ എന്ന് പറഞ്ഞാൽ അധികം കാലം നിൽക്കാറില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ പണിക്കുറ്റം തീരാറുണ്ട്. മൈലേജ് ഇല്ലാത്ത പ്രശ്നം, വലിവില്ലാത്തതിൻ്റെ പ്രശ്നം, പിന്നെ ഓവർഫ്ലോ, അങ്ങനെ കുറച്ച് ഇഷ്യൂസും ഞങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് കാർബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വില കൂടുതലുള്ള കാർബേറ്ററാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 2500-3000 റേഞ്ചിലേക്കാണ് കിട്ടുക. അത് കാരണം അതിനും കൂടുതൽ റേറ്റിനൊക്കെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള പാർട്സും കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അതിനെ പറ്റിയുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. അപ്പോൾ ആവശ്യമുള്ളവർ ചെന്ന് മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് Ybx PRANTHANMAR പേജ് ഉണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് കയറി ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ കയറിയിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.